മറുവശത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം അവർക്ക് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ ആയുധങ്ങളില്ലാത്തൊരവസ്ഥ പോലെ. അതായത് ഒരു ഒരു പൊള്ളയായ ആരോപണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് അതേസമയം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതിൽ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ ഇപ്പോൾ UDF നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ച LDFിൻ്റെ സമയത്താണ്, PM ശ്രീ അടക്കം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി മിണ്ടാൻ പറ്റില്ല. പറഞ്ഞാൽ മദ്യനയമാണെങ്കിൽ മദ്യം വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി പൂട്ടിയിട്ട് പോയ സകല ബാർ വീട് വന്നപ്പോൾ തുറപ്പിച്ചു. സ്വന്തമായിട്ട് പുതിയതിന് ലൈസൻസ് കൊടുത്തു. പിന്നെ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ നാടുവിട്ടേക്ക് പടർന്നു പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മദ്യം വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കും. അപ്പോൾ അത് നടക്കില്ല. ഇങ്ങനെ മിക്കവാറും കാര്യങ്ങളിൽ ഇവർ ഡിഫൻസിലാണ്. അതൊരു വിഷയം. രണ്ടാമത്തേത്, നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷം ദുർബലമായിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രഗത്ഭരായ അംഗങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ പിണറായി വിജയൻ ഈ പ്രായാധിക്യവും വെച്ചുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുന്നത് തന്നെ ഒരു കളങ്കിതമായ ഭൂതകാലത്തിൻ്റെ തുടർച്ച എന്ന ഒരു മതിപ്പ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുള്ളൂ, ഇടതുപക്ഷക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുള്ളൂ, പാർട്ടിക്കാരുടെ ഇടയിൽ ഉണ്ടാക്കും. അത് ഒരു വശമാണ്. പക്ഷേ പുള്ളി മാറിയാൽ ആരാവും എന്നുള്ള ചോദ്യമില്ലേ? കറക്റ്റ്. അതൊരു വലിയ പ്രശ്നമല്ലേ? അതെ. പിണറായി വിജയൻ മാറി ബാലഗോപാലും പ്രതിപക്ഷ നേതാവായാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. അല്ലെങ്കിൽ സജി ചെറിയാൻ വന്നാൽ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് വന്നാൽ ഇതിനേക്കാൾ ദയനീയമായിരിക്കും. അതുകൊണ്ടാണ് ഒരു പക്ഷേ പിണറായി വിജയൻ മാറാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ CPM CPI തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. സത്യത്തിൽ അങ്ങനെ ആമാശയപരമായിട്ടോ പോലും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഒരു പ്രതിപക്ഷ ഉപനേതൃത്വം എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവർക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ സർക്കാർ മാറിയിട്ട് ഒരു മാസമല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കയറി പ്രതിരോധിക്കാനും സമരത്തിനും ബഹളത്തിനും വടുതടലിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതിനും പുറമെയാണ് ഈ കുരുമ്മ കുരു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും മകൾക്കും എതിരായിട്ടുള്ള മാസപ്പടി കേസിലെ EDയുടെ പരിശോധന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ വളരെ ദുർബലമാണ്, നിഷ്ക്രിയമാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇതൊന്നുമല്ല ശരിക്കുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാം. യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടി വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയാണ്. LDF തോറ്റപ്പോൾ UDF ജയിച്ചു. അത് ഇമ്മെറ്റീരിയലാണ്. ഇപ്പോൾ UDFിലേക്ക് പോയ വോട്ട് അടുത്ത തവണ ഇപ്പോൾ തിരിച്ചു. പക്ഷേ ഈ പാർട്ടിയുടെ കോർ വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച ഉണ്ടാക്കി അത് BJPയിലേക്ക് പോയി ചേരും എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് CPMനെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. തീർച്ചയായും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമുണ്ട്. അത് സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ ആര് ഈ മുന്നണിയെ നയിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയെ നയിക്കും എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അതായത് ഈ നേതാക്കളുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവ്, അവരുടെ ക്വാളിറ്റിയിലുണ്ടായിട്ടുള്ള ഇടിവ്, ക്വാളിറ്റി നേതാക്കൾ ഇടതുപക്ഷത്തിന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് അതൊരു വാസ്തവം തന്നെയല്ലേ? അതുതന്നെയല്ലേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഈ സ്കോർ ബോർഡിലെ അക്കങ്ങളും വ്യക്തമാക്കുന്നത്? അല്ല, സ്കോർ ബോർഡിലെ അക്കങ്ങളുമായിട്ട് സത്യത്തിൽ അതിന് വലിയ ബന്ധം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ പ്രഗത്ഭരായ നേതാക്കന്മാർ പോലും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാവും. KR ഗൗരിയമ്മ തോറ്റുപോയില്ല 77. ഒരു മോശക്കാരിയായിട്ടല്ല തോറ്റത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് അതായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ PK വാസുവിനായാലും PS ശ്രീനിവാസന് തോറ്റ തെരഞ്ഞെടുപ്പുകളുണ്ട് CPIക്ക്. അതുമല്ല പ്രശ്നം. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേതൃത്വത്തിൻ്റെ ക്വാളിറ്റിയിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ശക്തമായ രണ്ടാം തരം മൂന്നാം തരം നേതൃത്വം ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ അവർക്ക് അർഹിക്കുന്ന ഒരു പ്രാമുഖ്യം നിയമസഭയിൽ കിട്ടിയിട്ടില്ല. അവർക്ക് ആ രീതിയിൽ പ്രാഗൽഭ്യത്തിലേക്ക് അവസരവും കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്ന പ്രശ്നം കഴിവുള്ള ആളുകളെ മാറ്റിയെടുത്തിട്ട് കഴിവില്ലാത്ത ആളുകളെ മന്ത്രിമാരാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മോശമായത്. അതാണ് പ്രശ്നം. ഈ G സുധാകരൻ അല്ലെങ്കിൽ തോമസ് ഐസക്ക് AK ബാലൻ എടുത്ത സ്ഥാനത്ത് വീണ ജോർജ്, ബിന്ദു അതുപോലുള്ള പ്രതിഭാശാലികൾ വന്നു. അപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമായി. ഇപ്പോൾ അതേ ആളുകൾ വീണ്ടും പ്രതിപക്ഷത്തെ MLAമാരായിട്ട് വന്നിരുന്നു. ആ ഫലപ്രദമായിട്ട് ചട്ടങ്ങളും റൂളുകളൊക്കെ അറിയുന്നവർ, നിയമസഭ പരിചയമുള്ളവർ കുറവാണ്. ഉള്ളവർക്ക് തന്നെ പ്രാഗൽഭ്യമില്ല. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നെ രവീന്ദ്രനാഥാണ്. അദ്ദേഹം ശരിയായ അർത്ഥത്തിലൊരു പാർട്ടിക്കാരനല്ല. പാർട്ടി മെമ്പറാണ്. പാർട്ടിയെ പ്രതികരിച്ച് പലതവണ MLA ആയിട്ടുള്ള ആൾ, ഇപ്പോഴും MLA ആയിരിക്കും. പാർലമെൻ്ററി എക്സ്പീരിയൻസും ഒക്കെ ശരിയാണ്. എന്നാൽ പോലും ഒരു ശരിക്കുള്ള CPMകാരനല്ല രവീന്ദ്രനാഥ്. അങ്ങനെയുള്ളൊരു പരാധീനത അവർക്കുണ്ട്. അപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നെ രവീന്ദ്രൻ മാഷേ ഉള്ളൂ. ഇതാണ് അവസ്ഥ.